രാവിലെ തന്നെ ചേട്ടൻ അനിയനെ ചെപ്പോട്ടാനും ചാഞ്ചാടാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ അപൂർവമായ നിമിഷങ്ങളിൽ മാത്രമേ ഇത്ര സ്നേഹം ഈ വീട്ടിൽ കാണത്തുള്ളൂ. അല്ലെങ്കിൽ അവനെ എടുത്ത് ഉടുക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ആൻറ്റി രാവിലെ എന്നെ ജോലിക്ക് വന്നു. ഇന്നെനിക്ക് കണ്ണാടിയുടെ പവർ ഡോക്ടർ ചെക്ക് ചെയ്ത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണാടി വയ്ക്കാൻ സമയമായി. അങ്ങനെ ഞാൻ രണ്ടുപേരെയും ഉറക്കി ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ആക്റ്റീവയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്റ്റീവയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ, ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞാൻ ആശുപത്രിയിലോട്ട് പോയി, ഹോസ്പിറ്റലിലെത്തി. അധികം തിരക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ടോക്കൺ എടുക്കാനായിട്ട് പോയി. ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്നുകൂടി OP ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതും കൂടെ എടുത്തിട്ട് പിന്നെ A to Z വരെ ലെറ്റേഴ്സ് വായിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അധികം ആളില്ലായിരുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ പോയി. പുതിയ കണ്ണാടിയൊക്കെ എനിക്ക് തന്നു. പവറൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു. മണിക്കുട്ടനും കണ്ണപ്പനും ഉറക്കമായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീക്കണതിന് മുമ്പേ ഫുഡ് കഴിച്ചു തീരാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യാൻ, കഴിച്ച് പകുതിയായപ്പോഴും രണ്ടുപേരും എണീറ്റു. പിന്നെ എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ച് തീർത്തിട്ട് ഞാനും കണ്ണപ്പനും മണിക്കുട്ടനും കൂടെ ആയിട്ട് ഒന്ന് ചേച്ചിയുടെ വീട്ടിലും പോകണം. ഒന്ന് ജ്വല്ലറി വരെ പോകണമായിരുന്നു. ജ്വല്ലറിയിൽ പോയതിന് ശേഷം ചേച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചേച്ചിയെ ഞാൻ വിളിച്ച് വരുത്തിയായിരുന്നു. എൻ്റെ പിള്ളേരെ നോക്കാനായിട്ട് എനിക്കൊരു കൊച്ചു മാലയും ഒരു കുഞ്ഞു കമ്മലും കൂടെ വാങ്ങിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചെറിയ മാലയിലല്ലേ താലി ഇടുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു കുഞ്ഞു മാല വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞാൻ ജ്വല്ലറിയിലെത്തി. ഞാൻ എത്തിയതും ചേച്ചി എത്തിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു മാലയും പിന്നെ ഒരു റിങ്സിൻ്റെ കുഞ്ഞൊരു കമ്മലും എടുത്തു. പിന്നെ നേരെ അവിടെ നിന്ന് എല്ലാം ബില്ലൊക്കെ ചെയ്തിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. സ്നാക്സൊക്കെ വാങ്ങിച്ചു. ചേച്ചിയുടെ വീട്ടിലെത്തി. പിള്ളേരുമായിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു പിള്ളേരെല്ലാവരും. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.